സർക്കാരിന് കഴിയാവുന്ന വിധത്തിലൊക്കെ ചെയ്യുന്നു. വളരെ വലിയ റെയ്ഡുകൾ സംഘടിപ്പിക്കുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള കേസുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ നടക്കുമ്പോഴും സമൂഹം കുറച്ചുകൂടി ഒരു ജാഗ്രതയോടുകൂടി ഉണരേണ്ട ഒരു സമയമായോ? ഇപ്പോൾ എക്സൈസും പോലീസും റെയ്ഡ് ശക്തിപ്പെടുത്തി, വാഹന പരിശോധന ശക്തിപ്പെടുത്തി, കേസുകളുടെ എണ്ണം കഴിഞ്ഞ ഒരാഴ്ചത്തെ കേസ് പ്രതിയൊക്കെ ഉണ്ട്, വളരെ ശക്തമായിട്ടുണ്ട്. പക്ഷേ ബോധവൽക്കരണം ശക്തമായിട്ട് വേണം. എങ്ങനെയാണ് ഇത്തരം ചതിക്കുഴികളിലേക്ക് കുട്ടികൾ പോകുന്നത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡിന് ശേഷം ജീവിതശൈലിയിൽ വലിയ മാറ്റം വന്നു. കുട്ടികളൊക്കെ ഒരു മുറിയിലേക്ക്, ഒരു ഫോണിലേക്ക് ഒതുങ്ങുകയാണ്. ആരും നിരീക്ഷിക്കുന്നില്ല. ഇപ്പോൾ LP UP സ്കൂളിലെ കുട്ടികളാണെങ്കിൽ വന്ന് രക്ഷിതാക്കളോടെല്ലാം പറയും. പക്ഷെ ആ പറയുമ്പോഴും കേൾക്കാൻ രക്ഷിതാക്കൾക്ക് സമയമില്ലാത്തൊരു പ്രശ്നമുണ്ട്. ഹൈസ്കൂൾ ആവുന്നു, +2 അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ആരും നിരീക്ഷിക്കുന്നു. അപ്പോൾ അവരുടെ ട്യൂഷൻ സെൻ്ററുകൾ, അവരുടെ യാത്ര, ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ്, അവരുടെ സൗഹൃദങ്ങൾ എല്ലാം നന്നായി തന്നെ നിരീക്ഷിക്കണം. അപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹി കൂടിയാണ്. നിരവധി പരാതികൾ കിട്ടുക, പെൺകുട്ടികളടക്കം കാരിയേഴ്സായിട്ട് മാറുന്ന പരാതി, കൊച്ചു പെൺകുട്ടി. അതെ. അതുപോലെ തന്നെ ഈ ടൗണിലെ തന്നെ പല സ്കൂളുകളിലെ യൂണിഫോം ചില കുട്ടികൾ ഹോൾഡ് ചെയ്യുകയാണ്. ഒരു യൂണിഫോം മതിയല്ലോ, 4-5 സ്കൂളിലെ യൂണിഫോം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശൃംഖലയുടെ ഭാഗമായിട്ട് മാറുന്ന പരാതി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ. അപ്പോൾ രക്ഷിതാക്കളോടൊപ്പം തന്നെ PTA, NSS, NCC, അതുപോലെ വായനശാല, ക്ലബ്ബ്, റെസിഡൻസ് അസോസിയേഷൻ ഇവരെല്ലാം ജാഗ്രതയോടെ, പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം വളരെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചാൽ മാത്രമേ നല്ല ഒരു ബോധവൽക്കരണം നടത്താൻ പറ്റൂ. ഈ ചതിക്കുഴികളിലേക്ക് വീണു പോകാനുള്ള കാരണം എന്താണ്? ചിലപ്പോൾ എന്താണ് വ്യക്തിപരമായ പ്രശ്നമാകാം, കുടുംബപരമായിട്ടുള്ള പ്രശ്നമാകാം, ചിലപ്പോൾ കൂടുതൽ പെട്ടെന്ന് പണം സമ്പാദിക്കണം എന്നുള്ള കാര്യമാകാം, മറ്റ് സിനിമകളിൽ ആകർഷകരായിട്ടാകാം. എന്താണ് കാരണം? ആ കാരണം കണ്ടെത്തി ചികിത്സിക്കാൻ പാകത്തിലുള്ള ഒരു വലിയ ഇനീഷ്യേറ്റീവ് ആരംഭിക്കണം. അതിനിപ്പോൾ റിപ്പോർട്ടർ ചാനലടക്കം നിങ്ങളടക്കം തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭം വളരെ അഭിനന്ദനാർഹമാണ്. നമുക്കെല്ലാം യോജിച്ച് പോകേണ്ട ഒരു സമയമാണ്. ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ്, ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും.